നമസ്കാരം. മലയാളികളെ ഏറ്റവും ലളിതമായി ഇംഗ്ലീഷ് സംസാരിക്കുവാനും എഴുതുവാനും പഠിപ്പിക്കുന്ന മലയാള മനോരമ ആഴ്ചപ്പതിപ്പ് ഒരുക്കുന്ന ലേൺ ഇംഗ്ലീഷ് സീരീസിൻ്റെ 9ാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ എപ്പിസോഡിൽ ഈസിനോടൊപ്പം അഡ്ജക്റ്റീവ് ഉപയോഗിച്ച് എങ്ങനെ ചോദ്യവും ഉത്തരവും രൂപീകരിക്കാം എന്ന് നാം പഠിക്കും. ഈസിനോടൊപ്പം സിംഗുലർ സബ്ജക്റ്റാണ് ഉപയോഗിക്കുന്നത്. അഡ്ജക്റ്റീവ് നാമവിശേഷണം. ഉദാഹരണം: കഠിനാധ്വാനമുള്ള, ഹാർഡ് വർക്കിംഗ്. നിന്റെ അച്ഛൻ കഠിനാധ്വാനമുള്ളവനാണോ? കഠിനാധ്വാന ശീലമുള്ള വ്യക്തിയാണോ? രണ്ട് രീതിയിൽ ഇതിനെ നമുക്ക് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാം. ഈസ് യുവർ ഫാദർ ഹാർഡ് വർക്കിംഗ്? യെസ്, മൈ ഫാദർ ഈസ് ഹാർഡ് വർക്കിംഗ്. No, my father is not hard working. മറ്റൊരു രീതിയിൽ, is your father a hard working person? Yes, my father is a hard working person. No, my father is not a hard working person. എന്താണ് സൂത്രവാക്യം? ഈസ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് അഡ്ജക്റ്റീവ്. യെസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് അഡ്ജക്റ്റീവ്. നോ കോമ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് ഈസ് നോട്ട് പ്ലസ് അഡ്ജക്റ്റീവ്. രണ്ടാമത്തെ രീതിയിലുള്ള ചോദ്യ ഉത്തര രൂപീകരണത്തിൻ്റെ സൂത്രവാക്യം ഇതാണ്: ഈസ് പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് എ അല്ലെങ്കിൽ ആൻ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. യെസ് ആൻസർ: യെസ് കോമ പ്ലസ് സിംഗുലർ സബ്ജക്റ്റ് പ്ലസ് ഈസ് പ്ലസ് എ ഓർ ആൻ പ്ലസ് അഡ്ജക്റ്റീവ് പ്ലസ് നൗൺ. നോ ആൻസർ: no comma plus singular subject plus is not plus a or an plus adjective plus noun. ഏതാനും ഉദാഹരണങ്ങൾ: നിന്റെ കുട്ടി ധൈര്യമുള്ള മകനാണോ? ധൈര്യശാലിയായ മകനാണോ? അഡ്ജക്റ്റീവ് ധൈര്യശാലിയായ. courageous, brave. Is your child a brave son? Yes, my child is a brave son. No, my child is not a brave son. നിന്റെ സഹോദരി ഭർത്താവ്, ബ്രദർ ഇൻ ലോ, കരുതലുള്ള കുടുംബാംഗമാണോ? അഡ്ജക്റ്റീവ് കരുതലുള്ള, കെയറിംഗ്. ഈസ് യുവർ ബ്രദർ ഇൻ ലോ എ കെയറിംഗ് ഫാമിലി മെമ്പർ? യെസ്, മൈ ബ്രദർ ഇൻ ലോ ഈസ് എ കെയറിംഗ് family member. No, my brother-in-law is not a caring family member. നിന്റെ സഹോദര ഭാര്യ, സിസ്റ്റർ ഇൻ ലോ, മഹാമനസ്കതയുള്ളവളാണോ? മഹാമനസ്കതയുള്ള. അഡ്ജക്റ്റീവ് generous. Is your sister-in-law generous?
Yes, my sister-in-law is generous. No, my sister-in-law is not generous. നിന്റെ സഹോദരി പുത്രൻ സംഗീതത്തിൽ താല്പര്യമുള്ളവനാണോ? താല്പര്യമുള്ള, ഇൻട്രസ്റ്റഡ്. ഇൻട്രസ്റ്റഡിനോടൊപ്പം എപ്പോഴും ഉപയോഗിക്കേണ്ട പ്രിപ്പോസിഷൻ ഇൻ. ഈസ് യുവർ നെവ്യൂ ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്? സഹോദരപുത്രൻ, NEPHEW, ഉച്ചാരണം നെവ്യൂ. യെസ്, മൈ നെവ്യൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. നോ, മൈ നെവ്യൂ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ മ്യൂസിക്. നിന്റെ സഹോദരി പുത്രി ആശ്രയിക്കാൻ പറ്റിയ നേതാവാണോ? ആശ്രയിക്കാൻ പറ്റിയ, റിലയബിൾ, ഡിപ്പെൻഡബിൾ. ഈസ് യുവർ നീസ് എ റിലയബിൾ ലീഡർ? സഹോദരി പുത്രി നീസ്. യെസ്, മൈ നീസ് ഈസ് എ റിലയബിൾ ലീഡർ. No, my niece is not a reliable leader. പുകവലി ആരോഗ്യത്തിന് ഹാനികരമാണോ? ഈസ് സ്മോക്കിംഗ് ഇഞ്ചൂറിയസ് ടു ഹെൽത്ത്? ഹാനികരമാകുക, ഇഞ്ചൂറിയസ്, എപ്പോഴും കൂടെ വരുന്ന പ്രപ്പോസിഷൻ ടു. യെസ്, സ്മോക്കിംഗ് ഈസ് injurious to health. No, smoking is not injurious to health. മാസ്ക് നിങ്ങളുടെ കലാലയത്തിൽ നിർബന്ധിതമാണോ? നിർബന്ധിതം അഡ്ജക്റ്റീവ്, ഇംഗ്ലീഷിൽ മാൻഡേറ്ററി, അതല്ല എങ്കിൽ കമ്പൽസറി. Is mask mandatory in your campus now? Yes, mask is compulsory. Mask is mandatory in our campus now. No, mask is not mandatory in our campus now. Ragging ശിക്ഷാർഹമായ കുറ്റകൃത്യം ആണോ? ശിക്ഷാർഹമായ, പണിഷബിൾ, കുറ്റകൃത്യം, ഒഫൻസ്. ഈസ് റാഗിംഗ് എ പണിഷബിൾ ഒഫൻസ്? യെസ്, റാഗിംഗ് ഈസ് എ പണിഷബിൾ ഒഫൻസ്. നോ, റാഗിംഗ് ഈസ് നോട്ട് എ പണിഷബിൾ ഒഫൻസ്. ഈ കാലാവസ്ഥ പഠനത്തിന് അനുയോജ്യമാണോ? അനുയോജ്യമാണോ, കൺഡ്യൂസീവ്, ഒപ്പം പോകുന്ന പ്രിപ്പോസിഷൻ ഫോർ. ഈസ് ദിസ് വെദർ, ഈസ് ദിസ് ക്ലൈമറ്റ് കൺഡ്യൂസീവ് ഫോർ സ്റ്റഡി? യെസ്, ദിസ് ക്ലൈമറ്റ് ഈസ്, this weather is conducive for study. No, this weather is not, this climate is not conducive for study. നിന്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോൾ ദേഷ്യമുണ്ടോ? ദേഷ്യമുള്ള, ആംഗ്രി. ഈസ് യുവർ മദർ-ഇൻ-ലോ ആംഗ്രി നൗ? യെസ്, my mother-in-law is angry now. No, my mother-in-law is not angry now. Immature, പക്വതയില്ലാത്ത. ആ സ്ത്രീ പക്വതയില്ലാത്തവളാണോ? ഈസ് ദാറ്റ് വുമൺ
an immature person. Yes, that woman is an immature person. No, that woman is not an immature person. ആ പെൺകുട്ടി ബന്ധങ്ങളിൽ വിവേകമില്ലാത്തവളാണോ? Is that girl imprudent in her relationships? വിവേകമില്ലാത്ത, imprudent. Yes, that girl is imprudent in her relationships. No, that girl is not imprudent in her relationships. സ്മിത സേവന മനസ്ഥിതി ഉള്ളവളാണോ? ഈസ് സ്മിത എ സർവീസ് മൈൻഡഡ് പേഴ്സൺ? യെസ്, സ്മിത ഈസ് എ സർവീസ് മൈൻഡഡ് പേഴ്സൺ. നിന്റെ സുഹൃത്ത് സ്വാർത്ഥത ഉള്ളവനാണോ? സ്വാർത്ഥതയുള്ള, സെൽഫിഷ്. ഈസ് യുവർ ഫ്രണ്ട് എ സെൽഫിഷ് പേഴ്സൺ? യെസ്, മൈ ഫ്രണ്ട് ഈസ് എ സെൽഫിഷ് പേഴ്സൺ. നോ, മൈ ഫ്രണ്ട് ഈസ് നോട്ട് എ സെൽഫിഷ് പേഴ്സൺ. ഈസ് യുവർ ടീച്ചർ എ നോളജബിൾ പേഴ്സൺ? യെസ്, my teacher is a knowledgeable person. No, my teacher is not a knowledgeable person. ഈസിനോടൊപ്പം അഡ്ജക്റ്റീവ് ഉപയോഗിച്ചുള്ള ചോദ്യ രൂപീകരണം, ഉത്തര രൂപീകരണം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത എപ്പിസോഡിൽ ആറിനോടൊപ്പം നൗൺ ഉപയോഗിച്ചുള്ള ചോദ്യ ഉത്തര രൂപീകരണം പഠിക്കും. വീണ്ടും കാണാം അടുത്ത ആഴ്ച.